ആലത്തൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി ടി.എം. ശശിക്ക് വേണ്ടി മുടപ്പല്ലൂരിൽ പ്രവർത്തകർ റോഡ് ഷോ നടത്തി. യുവജന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി പ്രവർത്തിച്ച് യുവജനങ്ങളെയാകെ അണിനിരത്തി പ്രളയം പോലെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലേക്ക് വന്ന് പിന്നീട് ജില്ലാ യുവജന ക്ഷേമ ബോർഡിന്റെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിലും നേതൃത്വപരമായി മുടപ്പല്ലൂർ നൽകുന്ന ആവേശോജ്വലമായ സ്നേഹനിർഭരമായ സ്വീകരണമാണ് പ്രിയമുള്ളവരെ ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരുന്നത്. മുടപ്പല്ലൂരിന്റെ ജനകീയ സാരഥി സഖാവ് ടി.എം. ശശിക്ക് ജന്മനാടായ മുടപ്പല്ലൂർ നൽകുന്ന ആവേശോജ്വലമായ സ്നേഹനിർഭരമായ സ്വീകരണമാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുടപ്പല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത്. മുടപ്പല്ലൂർ പന്തപ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പാക്കാട് ചക്കാന്തറ വഴി മുടപ്പല്ലൂർ ടൗണിൽ സമാപിച്ചു. വാദ്യങ്ങളുടെയും തോരണങ്ങളുടെയും കൊടികളുടെയും അകമ്പടിയോടെയാണ് റോഡ് ഷോ നടത്തിയത്. മുടപ്പല്ലൂർ ടൗണിൽ നൽകിയ സ്വീകരണത്തിൽ നിരവധി സംഘടനകൾ സ്ഥാനാർത്ഥിയെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. സ്ഥാനാർത്ഥി മറുപടി പ്രസംഗം നടത്തി. 2006 മുതൽ 2011 വരെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇടതുപക്ഷത്തിൽ സഖാവ് വി.എസ്. അച്യുതാനന്ദന്റെ കാലത്ത് ഈ കേരളം അതിവേഗം മുന്നോട്ട് പോയപ്പോ പിന്നീട് 11 മുതൽ 16 വരെ 5 കൊല്ലക്കാലം ഈ കേരളം യു.ഡി.എഫ് ഭരിച്ചപ്പോഴാണ് വീണ്ടും ശരവേഗം പുറകോട്ട് പോയത്. അങ്ങനെ ഒരു പുറകോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. നമുക്കിനിയും ഒരുപാട് മുന്നോട്ട് പോകാനുള്ളത്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നത് ഇടതുപക്ഷത്തിനല്ല, ഈ കേരളത്തിലെ ഓരോ മലയാളിക്കും ഈ കേരളത്തിനും അഭിമാനമല്ല, നിലനിൽപ്പിന്റെ പോരാട്ടമാണെന്ന് തിരിച്ചറിഞ്ഞ് നാം ഓരോരുത്തരും ഇടപെടേണ്ട സമയമാണ്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എന്നത് തികച്ചും സാങ്കേതികം മാത്രമാണ്. മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIയും എല്ലാം ചേർന്നുകൊണ്ട് എന്നെ സാങ്കേതികമായി തെരഞ്ഞെടുത്തു തീരുമാനിച്ചു എന്നത് തികച്ചും സാങ്കേതികത്വം. പക്ഷേ മത്സരിക്കുന്നത് നമ്മൾ ഒരുമിച്ചാണ്. കേരളത്തിന് വേണ്ടി, ആലത്തൂരിന് വേണ്ടി, ഈ കേരളത്തെ സംരക്ഷിക്കാൻ, നിലനിർത്താൻ, മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അതിന് നേതൃത്വം ഞാൻ നൽകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വളരെ വൈകിയും ഏറെ വൈകിയും കാത്തിരുന്ന് ഞങ്ങളെ സ്വീകരിക്കാനെത്തിയ, കാണാനെത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രവർത്തകർ, അനുഭാവികൾ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് മണ്ഡലം സെക്രട്ടറി C. ഭവദാസൻ ഉദ്ഘാടനം ചെയ്തു. UTV ന്യൂസ്, പാലക്കാട്.